ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസും കൂടെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂജ ഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു സീനറി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെനിക്ക് കണ്ടുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ഫേസിന് അധികം ചേരുന്നില്ല. പക്ഷെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ. അപ്പോൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും ഒരേ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഈ ഹെയർ സ്റ്റൈല്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അത് ഇതാണ് കേട്ടോ. ഈ ഒരു കണ്ണാടിയായിരുന്നു. നമ്മൾ പേപ്പർ പോലത്തെ കണ്ണാടിയാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ എവിടെ വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം. പേപ്പർ പോലെ ഉണ്ടാവും. വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഇത് കുറച്ച് ചെരിഞ്ഞു ഞങ്ങൾ ഒട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചെറി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ചെറി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചെറിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ടുണ്ടായിരുന്നു. റീൽസിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡാക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ. കാരണം ഒരുപാട് നേരം എന്താ സംസാരിക്കേണ്ടതെന്ന് പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഓപ്പൺ ഹെയർ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്ത് റീലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ ആയിരുന്നു ഈ റീൽ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്താണ്. ഇതൊരു സാറ്റർഡേ ദിവസമാണ്. സൺഡേയും കൂടെ ഇതിൽ വരുന്നുണ്ട്. സൺഡേ ഫുള്ളായിട്ട് കാണും ഗൈസ്. ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ റീല് ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ടാണ്, ഒരുപാട് സ്പീഡ് ആക്കണ്ടെന്ന് വെച്ചിട്ട് സ്ലോ ആക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഹുഡിയാണ് കേട്ടോ ഇത്. ആക്ച്വലി ഒരു ബ്ലൂ ഹുഡി. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതിപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അമ്മേനെ കണ്ടപ്പോൾ അമ്മനെയും വിളിച്ച് വരുത്തിയിട്ടുണ്ട് വീഡിയോയിലോട്ട്. അമ്മ അങ്ങനെ വീഡിയോസിലൊന്നും വരാറില്ല. എന്നാലും ഞാൻ വിളിച്ച് വരുത്തി വീഡിയോ എടുത്തതാണ്. അപ്പോൾ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി മടുത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലുള്ള അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ, അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഞാൻ അവളെ മീറ്റ് ചെയ്ത സന്തോഷത്തിലായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോട്ടോസ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ വീട്ടിൽ ഈ കൊലുവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നവരാത്രി സമയത്ത് മെയിനാണല്ലോ ഇതൊക്കെ. അപ്പം അതൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല മഴ പെയ്യുണ്ടായിരുന്നു. അപ്പം മഴയും കൂടെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത്ര ക്ലിയർ ഇല്ലെങ്കിലും അത്യാവശ്യം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ താഴെ വന്നിട്ട് പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പേടാന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക. അതിന് പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ലൂഡോ കളിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.